എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത് നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരിക്കേണ്ട ചില ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഇൻ്റർവ്യൂ, ന്യൂസ്, അങ്ങനെ പലതരത്തിലുള്ള ഘടകങ്ങളെ നമ്മൾ ചർച്ച ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മളൊരു ന്യൂസിനെ കണ്ടെത്തും, അതെങ്ങനെ റിപ്പോർട്ടാക്കി മാറ്റും. ഒരു ന്യൂസാണെന്ന് നമുക്ക് തോന്നണ്ടേ, അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമുക്ക് എങ്ങനെ ന്യൂസാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ ഈ ഭാഗം നമുക്ക് കൂടുതലായിട്ടൊന്നും ചർച്ച ചെയ്യേണ്ടി വരില്ല, കാരണം ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഹ്യൂമൻ ഇൻട്രസ്റ്റ്, കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ നോവൽറ്റി, പിന്നെന്താ ആക്സിഡൻസ്, നാച്ചുറൽ കലാമിറ്റി, ഇതൊക്കെ ന്യൂസ് വാല്യൂ ഉള്ള സാധനങ്ങളാണെന്ന് നമ്മൾ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്. എപ്പോഴാണെന്നറിയോ? ജേർണലിസം പഠിക്കുന്ന സമയത്തെ കാര്യം പറയണം, ആർക്കും ഓർമ്മല്ലേ. എന്നിരുന്നാലും വീണ്ടും നമ്മളിത് ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അല്പം കൂടി പെട്ടെന്നത് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റും. അതുകൊണ്ടാണ് ഈ വിഷയം കമ്പാരിറ്റീവ്ലി ഈസിയാണ് എന്ന് ഞാൻ എപ്പോഴും പറയാനായിട്ടുള്ള കാരണം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കുക മാത്രമേ നമുക്കിപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. നമ്മുടെ പഴയ 5Ws and 1H, ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈല്, ഇതൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ വീണ്ടും ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ റൈറ്റിംഗ് എ ന്യൂസ് സ്റ്റോറി. The term news is a complex one and therefore cannot be given a narrow definition. It is an account of what is happening around us. It may involve detail about current events, ongoing project, or plans for the future. A newspaper also print background analysis, opinion, and human interest stories. Every news outlet has a different protocol for selecting which stories to run, but some traditional values often determine the newsworthiness of a story. The more of these news values a story satisfies, the more likely you are to see it featured in the media. ഇവിടെ പറയുന്നത് മീഡിയയെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഈസ് ന്യൂസ് എന്ന് ചോദിച്ചാൽ ദർ ഈസ് നോ ക്ലിയർ ഡെഫിനിഷൻ ഓർ ദർ ഈസ് നോ എ സിമ്പിൾ നാരോ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് എ ബ്രോഡസ്റ്റ്, ഇൻ ദ ബ്രോഡസ്റ്റ് സെൻസ്, what is happening around us and which is unusual around us, that's all comes under the part of news. ഇതാണ് വിഷയം. നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾക്ക് അപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത രീതിയിൽ എന്ത് സംഭവിച്ചാലും, ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്, ന്യൂസിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു പട്ടി മനുഷ്യനെ കടിച്ചാൽ അത് ന്യൂസ് വാല്യൂ ഉള്ളൊരു ഐറ്റം അല്ല. നേരെ മറിച്ച് പട്ടിയെ അയാൾ കടിച്ചാൽ അതിന് ന്യൂസ് വാല്യൂ ഉണ്ട്, കാരണം അൺയൂഷ്വലാണ്. പട്ടിയെ സംബന്ധിച്ചിടത്തോളം പട്ടിയെ കല്ലെടുത്തെറിഞ്ഞാലോ പട്ടിയെ പ്രകോപിപ്പിച്ചാലോ പട്ടി നമ്മളെ കടിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. പക്ഷെ നമ്മളാരും പട്ടീനെ തിരിച്ചു കടിക്കാറില്ല. അങ്ങനെ ഒരാൾ ചെയ്താൽ അത് അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതിന് വാർത്തയുടെ പ്രാധാന്യം അവിടെ കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞത്, അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തും ന്യൂസായിട്ട് നാളെ പത്രത്തിൽ വരാവുന്നതാണ്. ഇന്നത് മാത്രമേ ന്യൂസ് ആവുള്ളൂ, ഇന്നത് ന്യൂസ് ആവില്ല, ഇങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. There are certain factors to be considered while deciding whether a story is newsworthy or not. They are. ഇനി നമുക്ക് ചില പഴയ കാലത്തെ രീതി വെച്ച് ചില കാര്യങ്ങളെ നമ്മൾ ന്യൂസ് വർത്തിയായിട്ട് കണക്കാക്കും, ചിലതിന് അത് ന്യൂസ് വാല്യൂ ഉള്ളതൊന്നല്ല, അത് വിട്ടുകളയാം എന്ന് കണക്കാക്കും. അങ്ങനെയുള്ള ചില സാധ്യതകൾ ഏതൊക്കെയെന്നുള്ളതാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, റെലവൻസ്. റെലവൻ്റ് ആയിട്ടുള്ള എന്ത് സംഭവം നടന്നാലും നമുക്കത് ന്യൂസ് വർത്തിയാണ്. കാരണം അത് ആ കാലഘട്ടത്തിൻ്റെ, ആ സമൂഹത്തിൻ്റെ ആവശ്യമാണ് അതിനെക്കുറിച്ച് അറിയുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെക്കുറിച്ച്, ഒരു പാർട്ടിയുടെ നിലപാടിനെക്കുറിച്ച്, എലക്ഷനെക്കുറിച്ച്
ഇലക്ഷൻ സ്ഥാനാർത്ഥികളെക്കുറിച്ച്, അതൊക്കെ റെലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ മാത്രമേ നമുക്കതിനോട് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ പ്രതികരിക്കാനായിട്ട് പറ്റുള്ളൂ. ജനാധിപത്യത്തിൻ്റെ തന്നെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെയാണ്. ആ ഇടപെടലിലൂടെ നടക്കുന്നില്ലെങ്കിൽ അതിന് നമ്മളൊക്കെ ഉത്തരവാദികളാണ്. നമുക്കതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ഡൺ. സോ relevance. How relevant is a news story to the audience in question? For example, an earthquake in India is not much interest to the readers in California. The closer an event takes place to the intended audience, the more important it is. This is why huge local and regional stories might not make the national news. Relevance ഇതല്ല ഉദാഹരണം, ഇത് തെറ്റാണ്. ഈ ഉദാഹരണം പ്രോക്സിമിറ്റിക്കുള്ള ഉദാഹരണമാണ്. ഇത് ഇവർക്ക് അറിയാത്തതുകൊണ്ട് ഇവർ എഴുതിയിട്ടുള്ളതാണ്. റെലവൻസിനുള്ള ഉദാഹരണം നമ്മൾ മുൻപേ പഠിച്ചിട്ടുണ്ട്. റെലവൻസ് എന്ന് പറയുന്നത് സമകാലീന സംഭവങ്ങൾ. അതിപ്പോൾ ഈവൻ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുകയാണ്, റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് റെലവൻ്റ് ഉള്ള വിഷയമാണ്. കാരണം ആരാണ് അടുത്ത അമേരിക്കൻ പ്രസിഡന്റ്? കാരണം ലോകത്തിൻ്റെ മൊത്തം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അവിടുത്തെ പ്രസിഡന്റിനാണ് ഏകാധിപതിയുടേതല്ലെങ്കിലും അതിനോട് തത്തുല്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിനാണ് അമേരിക്ക മുൻതൂക്കം കൊടുക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. ഇവരിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയിലൊരു അപകടം നടന്നാൽ അത് കാലിഫോർണിയയ്ക്ക് വിഷയമല്ല എന്ന് പറയുന്നത് പ്രോക്സിമിറ്റി എന്ന് പറയുന്ന ഘട്ടത്തിലാണ് കടന്നു വരുന്നത്. എന്തായാലും അവർ റെലവൻസ് എന്നുള്ള കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നു പ്രോക്സിമിറ്റി അവരിവിടെ വേറൊരു വിഷയമായിട്ട് എടുത്തിട്ടുണ്ടായിരിക്കില്ല. ദെൻ ദിസ് ഈസ് വൈ ഹ്യൂജ് ലോക്കൽ ആൻഡ് റീജിയണൽ സ്റ്റോറീസ് മൈറ്റ് നോട്ട് മേക്ക് ദി നാഷണൽ ന്യൂസ്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ വാർത്തകളൊന്നും നാഷണൽ ലെവലിൽ ശ്രദ്ധ പിടിക്കാത്തതെന്നാണ് അവർ പറയുന്നത്. ടൈംലിനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാർത്ത എന്ന് പറയുന്നത് ടൈം ബൗണ്ടഡ് ആണ്. ഇന്ന് നടന്ന കാര്യം നാളത്തെ പത്രത്തിലെങ്കിലും അറിയാൻ പറ്റണം. നാളത്തെ പത്രം പറയാണ് 3 ആഴ്ച മുൻപ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു എന്ന് പറഞ്ഞാൽ കാര്യമില്ല. അവിടെയും ഈ പറഞ്ഞ വിഷയം വരും, റെലവൻ്റ് അല്ല അത്. കാരണം ആ വാർത്ത നടന്നു കഴിഞ്ഞാൽ, ആ സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഒരുപാട് സമയമായി കഴിഞ്ഞു. ഇനി അത് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ശരിക്കും പറഞ്ഞാൽ ന്യൂസ് പേപ്പറിനെയാണ് നമ്മളിവിടെ എടുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം നടന്നാൽ അടുത്ത സെക്കൻഡിൽ അത് ഇവിടെ അറിയണം. അല്ലെങ്കിൽ പിന്നെ അതിന് വലിയ റെലവൻസ് ഒന്നുമില്ല. ടൈംലിനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കീപ്പ് ചെയ്യാൻ എല്ലാവർക്കും പറ്റണം. ഹൗ റീസെൻ്റ്ലി ഡിഡ് ദ ഇവൻറ്റ് അൺഫോൾഡ്? ടൈമിംഗ് is the utmost important in today's 24-hour news circle. Recent events or events in the making are most likely to lead the news. ഒരു ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം അത് നടന്ന സംഭവത്തിൻ്റെ ആ ടൈമിംഗ് ആണ് ഇവിടെ അതിൻ്റെ ന്യൂസ് വർത്തിനെസ് തീരുമാനിക്കുന്നത്. ഇമ്പോർട്ടൻസ്, ഇമ്പാക്റ്റ് ഓർ കോൺസിക്വൻസ്, 3 ഘടകങ്ങളും ഒരുപോലെ വാർത്തയ്ക്ക് പ്രാധാന്യമുള്ളതാണ്. ചില കാര്യങ്ങൾ പ്രാധാന്യം അർഹിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ചിലത് ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് വരുന്ന പ്രതിഫലനം എന്ത് എന്നുള്ളതായിരിക്കും ചിലപ്പോൾ വാർത്തയ്ക്ക് കാരണമായി തീരും. തേർഡ് വൺ എന്ന് പറയുന്നത് അതിനെ തുടർന്നുണ്ടാകാൻ പോകുന്ന പുതിയ സംഭവ വികാസങ്ങൾ, അതും വാർത്തയായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഹൗ മെനി പീപ്പിൾ വിൽ ദി ഇവൻറ്റ് ഇമ്പാക്ട്? ഇഷ്യൂസ് ലൈക്ക് ഗ്ലോബൽ വാർമിംഗ് issues have become big news in the recent years precisely because environmental change affects the entire planet. ഗ്ലോബൽ വാർമിങ് എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൻ്റെ. കാരണം ഒരു ചെറിയ വിഭാഗത്തിനെയോ ഒരു രാജ്യത്തിനെയോ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. നമ്മളുടെ ഈ സമൂഹം, ഈ യൂണിവേഴ്സ് നിലനിൽക്കുന്നതിൻ്റെ തന്നെ അടിസ്ഥാനം കൂടിയാണിത്. അപ്പോൾ ഗ്ലോബൽ വാർമിങ് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ അന്തരീക്ഷത്തെ മലിനമാക്കും, ഓസോൺ പാളികളിൽ വിള്ളലുണ്ടാക്കും, അത് അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കാൻ കാരണമാവും. അത് നമുക്ക് ക്യാൻസർ പോലെയുള്ള മറ്റ് ത്വക്ക് രോഗങ്ങൾക്ക് കാരണമായി തീരും. നമ്മളെന്ത് ചെയ്യും?
അത് ഇമ്പോർട്ടൻസ് ആയിട്ട് എടുത്തിട്ട് അതിനെപ്പറ്റി പറയും. അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഒരുപാട് പേര് രോഗികളായി മാറാനും ഒരുപാട് പേർക്ക് ഇനിയുള്ള കാലം ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കാനും കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. നമ്മളൊരു കവിതയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഒരു റിയൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ചോദ്യമാണ്. ഇന്നത്തെ സമൂഹത്തിനോട് ചോദിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യമാണ്, ഇനി വരുന്നൊരു തലമുറ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂ? അത്രമേൽ മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അത്രമേൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭൂമി നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളിലൂടെ. സോ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ്. വരുന്ന തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു കോൺസിക്വൻസ് ആണ്. സോ ഇതൊരു ഈ വാർത്തയായിട്ട് പരിഗണിക്കാവുന്ന ഒന്നാണ്. ദെൻ പ്രോമിനൻസ് എന്താണെന്നറിയാലോ? പ്രസക്തി. പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള എന്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം. ഇപ്പോൾ അമിതാഭ് ബച്ചനും ഐശ്വര്യ റായും വിവാഹിതരാകുന്നു. ഒരു വിവാഹം എങ്ങനെ ന്യൂസ് ആവുന്നു? അവർ രണ്ടുപേരും ഇന്ത്യയിൽ അറിയപ്പെടുന്ന രണ്ട് പേഴ്സണാലിറ്റീസാണ്. അപ്പം പിന്നെ അവരുടെ ഒരു കാര്യം നമുക്ക് വലിയൊരു വാർത്തയായിട്ട് മാറും. അവർക്കൊരു കുട്ടി ഉണ്ടാകുന്നു, കുട്ടിക്ക് എന്ത് പേരിടും? വാർത്തയാണ്. അനുഷ്ക ശർമ്മ ഗർഭിണിയായപ്പോൾ അത് വാർത്തയായി. കാരണം അനുഷ്ക ശർമ്മ ഹോളിവുഡിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നടി. ഇതൊന്നും പോരാതെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള വിരാട് കോഹ്ലിയുടെ ഭാര്യ. പോരെ? ഇത്രയും പ്രൊമിനൻസ് പോരെ? ഇതൊക്കെ നമ്മുടെ ന്യൂസുകളാണ്. ആ ന്യൂസ് ആവുന്നതിൻ്റെ കാരണമാണ് പ്രൊമിനൻസ് എന്ന് പറയുന്നത്. ദി ആക്ഷൻസ് ഓഫ് പ്രൊമിനൻറ്റ് പീപ്പിൾ ആർ മച്ച് മോർ ലൈക്ലി ടു മേക്ക് ദ ന്യൂസ് ദാൻ നോൺ പബ്ലിക് ഫിഗേഴ്സ്. Certain individuals like politicians, entertainers and athletes are considered by virtue of their status more newsworthy. If someone throws a shoe at another person, it's probably not news. If someone throws a shoe at the President of United States, it will be in the news for weeks. ശരിയാണല്ലോ, നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാനൊരു ചെരുപ്പെടുത്തിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെയോ അല്ലെങ്കിൽ വേറൊരാളുടെയോ മേത്തേക്ക് എടുത്തെറിഞ്ഞാൽ അതിന് വലിയൊരു വാർത്താ പ്രാധാന്യമൊന്നും കിട്ടില്ല. അതേസമയം അമേരിക്കൻ പ്രസിഡൻറ്റിന് നേരെ ഷൂ എറിഞ്ഞാൽ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊരു മണ്ടൻ ക്ലീഷ ഒബ്സർവേഷനാണ്. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ തലയിലേക്കൊന്നും ഷൂ എടുത്തെറിയണ്ട. ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിന് നേരെ ചെരുപ്പെടുത്തെറിഞ്ഞാൽ മതി. അത് വലിയ വാർത്തയാവും, കേസാവും, പിന്നീട് അത് വലിയ പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട്. കാരണം പഞ്ചായത്ത് പ്രസിഡന്റും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു എമിനന്റ് പേഴ്സണാലിറ്റിയാണ്, പ്രൊമിനൻസ് ഉള്ള ആളാണ്. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിന് മാത്രം പ്രൊമിനൻസ് കിട്ടുള്ളൂ എന്നൊന്നുമില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ആരുടെ വേണമെങ്കിലും ഉദാഹരണം എഴുതാം. പ്രഡിക്റ്റബിലിറ്റി. Certain events such as election, major sporting event, award announcement and legal decision happen on a predictable schedule. As the event draws closer, it gain news value. നമുക്കറിയാവുന്ന കാര്യമാണ്. ചില ഡേറ്റുകൾ പ്രഡിക്റ്റ് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഇന്ന ദിവസം നടക്കുമെന്ന് പറഞ്ഞാൽ ആ ദിവസം എടുക്കുമ്പോൾ അതിന് വളരെയധികം പ്രാധാന്യം കിട്ടും. ഇപ്പോൾ ഈ റീസെൻറ്റ് ഡേയ്സിൽ നമുക്കറിയാം എലക്ഷൻ നടക്കാൻ പോവുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 10-ാം തീയതിയാണ് തൃശ്ശൂർ ജില്ലയിൽ നമ്മളിതിപ്പോൾ നടക്കാൻ പോകുന്നു, എലക്ഷൻ നടക്കാൻ പോകുന്നു. ഈ ദിവസങ്ങളിലൊക്കെ പേപ്പറുകളിൽ തുടർച്ചയായിട്ട് എലക്ഷനുമായിട്ട് സംബന്ധിച്ചുള്ള രസകരമായിട്ടുള്ളതും എന്നാൽ പേടിപ്പെടുത്തുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് മാറിയ സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ അക്രമം, സഹോദരങ്ങൾ മത്സരിക്കാൻ നിൽക്കുന്നു, രസകരമായിട്ടുള്ള വാർത്തയാണ്. അതും രണ്ട് പാർട്ടിയിൽ. ഭാര്യ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നു, ഭർത്താവ് തൊട്ടപ്പുറത്തെ വാർഡിൽ മത്സരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കുറേ കേട്ട രസകരമായിട്ടുള്ള വാർത്തകളിൽ പെട്ടതാണ്. പക്ഷെ പ്രഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നത് നേരത്തെ തീരുമാനിക്കപ്പെടുകയും അത് ആ സമയമാകുമ്പോൾ അതിന് ന്യൂസ് വാല്യൂ കൂടുതലായിട്ട് വരികയും. ഇപ്പോൾ 2022 ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നു ഖത്തറിൽ. അതിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു 2022 മാർച്ചിലോ ഏപ്രിലോ ആണ് ഫുട്ബോൾ വേൾഡ് കപ്പ് വരുന്നതെങ്കിൽ ജനുവരി ആകുമ്പോൾ തുടങ്ങും. ഫുട്ബോൾ വേൾഡ് കപ്പിന് പന്തുരുളാൻ ഇനി 100 ദിവസം മാത്രം. 88 ദിവസം, 87 ദിവസം. പണികൾ പുരോഗമിക്കുന്നു. രാജ്യങ്ങൾ ഓരോന്നായിട്ട് എത്തിത്തുടങ്ങുന്നു.
പ്രാക്ടീസ് മത്സരങ്ങൾ നടക്കുന്നു. ആ സമയമാകുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം കൂടിക്കൂടി വരാനായിട്ട് സാധ്യതയുള്ളത്. ദെൻ അൺഎക്സ്പെക്റ്റഡ്നെസ്, അത് ഉറപ്പായിട്ടും വാർത്തയാണ്. കാരണം ഒരു കാര്യം പെട്ടെന്ന് വിചാരിക്കാതെ നടന്നു കഴിഞ്ഞാൽ അതിനാണല്ലോ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയും. അതിന് നല്ലൊരു ന്യൂസ് വാല്യൂ കിട്ടും. കാരണം നമ്മളത് പ്രതീക്ഷിച്ചിട്ടില്ല, വിചാരിക്കാതെ നിൽക്കുന്ന നേരത്താണ് അത് പെട്ടെന്ന് കയറിയിട്ട് ആ വാർത്ത കടന്നു വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. നമുക്കത് തീർച്ചയായിട്ടും അതുമായിട്ട് കണക്ട് ചെയ്ത് പോവേ നിവർത്തിയുള്ളൂ. ഇവൻറ്റ്സ് ലൈക്ക് നാച്ചുറൽ ഡിസാസ്റ്റർ, ആക്സിഡൻറ്റ് or crime are completely unpredictable. These events are also likely to have significant news value. Continuity എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇവൻ്റ് ഇന്ന് നടന്നു, അതിൻ്റെ ബാക്കി നാളെയാണ് നടക്കാൻ പോകുന്നതെങ്കിൽ ആ നാളെയും അതിനെ പറ്റിയിട്ടുള്ള വാർത്ത വരണം. കാരണം പ്രേക്ഷകനത് ഫുള്ളായിട്ട് കിട്ടണ്ടേ. നിങ്ങളൊരു സ്റ്റാർട്ടിങ് ഇട്ട് കൊടുത്തിട്ട് പകുതിക്ക് വെച്ച് പ്രേക്ഷകനോട് ഉപേക്ഷിച്ച് കളയരുത്. അയാൾക്ക് അതിൻ്റെ ത്രൂ ഔട്ടുള്ള വിവരങ്ങൾ കിട്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റണം. സം ഇവൻറ്റ്സ് സച്ച് ആസ് വാർ, ഇലക്ഷൻ, പ്രൊട്ടസ്റ്റ് ആൻഡ് സ്ട്രൈക്സ് റിക്വയർ കണ്ടിന്യൂയിങ് കവറേജ്. ദീസ് ഇവൻറ്റ്സ് ആർ likely to remain in the news for a long time, although not always as the lead story. അതാണ് പ്രത്യേകത. എപ്പോഴും പ്രധാന വാർത്തയായിട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ആദ്യത്തെ ദിവസം അത് ഫ്രണ്ട് പേജിൽ വരും, രണ്ടാമത്തെ ദിവസം അത് ഉൾ പേജിലേക്ക് പോവും, മൂന്നാമത്തെ ദിവസം അത് ലാസ്റ്റ് പേജിലേക്ക് പോവും. അങ്ങനെ മാറ്റി 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 അതിനെ നീക്കി കൊണ്ടുപോകും. ചിലപ്പോൾ സൈസിലായിരിക്കും വ്യത്യാസം വരിക. ഇപ്പോൾ നമുക്കറിയാം, ആദ്യത്തെ കൊറോണ വ്യാപന സമയത്തൊക്കെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിലെ ഒരു ബോക്സ് വലുത് ഫുള്ളായിട്ട് കൊറോണ കണക്കിനാണ്. തൃശ്ശൂർ ഇത്ര പേർക്ക്, തിരുവനന്തപുരത്ത് ഇത്ര പേർക്ക്, സംസ്ഥാനത്ത് ആകെ ഇത്ര പേർക്ക്, ഇതിൽ ഇത്ര ആരോഗ്യ പ്രവർത്തകർ, ഇത്ര പേര് മറ്റ് ജില്ലകളിൽ നിന്ന് വന്നവർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ കൊടുക്കും. ഇന്നത് എല്ലാ പത്രത്തിൻ്റെയും ഫ്രണ്ടിൽ ഇത് ഇത്ര പോകുന്നൊരു ബോക്സ്, വളരെ ചെറിയൊരു ബോക്സ്, ഇത് ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഈ സ്ക്വയറിനകത്ത് നിൽക്കാവുന്ന വാർത്ത ഉണ്ടാവുള്ളൂ. സംസ്ഥാനത്ത് ഇന്നലെ ഇത്ര പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ജില്ല തിരിച്ചുള്ള കണക്കുകൾ പോലും ഉണ്ടാവില്ല. ഇത്ര പേർക്ക് രോഗമുക്തി, ഇത്ര ആരോഗ്യ പ്രവർത്തകർ, ഇത്ര അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നവർ, ഇത്ര വിദേശത്ത് നിന്ന് വന്നവർ, കഴിഞ്ഞു. പിന്നെ ഉൾപേജുകളിൽ പ്രാദേശികത്തിൽ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. തൃശ്ശൂർ ജില്ലയുടെ കാര്യം തൃശ്ശൂരിന് എഡിഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. കാരണം എന്നും ഇതിനെ ഫോളോ അപ്പ് എടുത്ത് പോയിട്ട് കാര്യമില്ലല്ലോ. ആൾക്കാർക്കും അതിനോടൊരു റിയാക്ഷൻ മാറിത്തുടങ്ങി. ആദ്യത്തെ ദിവസം കേൾക്കുമ്പോൾ ഭീകരത, രണ്ടാമത്തെ ദിവസം കേൾക്കുമ്പോൾ ഭീകരത, 3, 4, 5 കേൾക്കുമ്പോൾ ചെറിയൊരു പേടി, 6, 7, 8 കേൾക്കുമ്പോൾ കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ, പിന്നെയും തന്നെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ആവട്ടെ, ഇത് സ്ഥിരമുള്ള കാര്യമല്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറുകയാണ്. അത് വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് സൃഷ്ടിക്കുക. കാരണം ഇപ്പോൾ ഇലക്ഷനൊക്കെ നടക്കാൻ പോവുകയാണ്, എല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു, പലരും പലയിടത്തു നിന്നുള്ള ആൾക്കാർ വരുന്നു. വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് മാറാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ദെൻ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ്. എഡിറ്റേഴ്സ് ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ദ ബിഗ് പിക്ചർ, ദ കണ്ടന്റ് ദേ പ്രൊവൈഡ് ആൻഡ് ദ റീഡർഷിപ്പ് ഫോർ ന്യൂസ് പേപ്പർ. ഫോർ ദിസ് റീസൺ an editor might select soft human interest stories to balance out other hard-hitting investigative stories. For example, the inspirational story of a person overcoming large odds to reach his or her goal appeal to reader. ചില പ്രേക്ഷകരിൽ ആകാംക്ഷ ജ്വലിപ്പിക്കാവുന്ന, താല്പര്യം സൃഷ്ടിക്കാവുന്ന ചില വാർത്തകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനം കാര്യമായിട്ട് നടക്കാത്ത ഒരു കുട്ടിയുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, വീട്ടുകാർക്ക് അതിനുള്ള ശേഷിയില്ല. അപ്പോൾ ജനങ്ങളുടെ സഹായം തേടുന്നതിൻ്റെ ഭാഗമായിട്ട് അവരൊരു ന്യൂസ് പേപ്പറിൽ വാർത്ത കൊടുക്കാൻ തീരുമാനിച്ചാൽ അതെഴുതുന്നത് ജനങ്ങളിൽ താല്പര്യം സൃഷ്ടിക്കുന്ന രീതിയിലായിരിക്കണം. അത് എഡിറ്ററുടെ കഴിവാണ്, അല്ലെങ്കിൽ റിപ്പോർട്ടറുടെ കഴിവാണ്. അങ്ങനെയുള്ളതിനും വളരെയധികം ന്യൂസ് വാല്യൂ ഉണ്ട്.
ഒരുപാട് പേരുടെ മനസ്സലിവ് തോന്നിയിട്ട് വൃക്ക മാറ്റിവെക്കുന്നതിനൊക്കെ ആയിട്ടുള്ള ധനസഹായത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. നെഗറ്റിവിറ്റി. എഡിറ്റേഴ്സ് ഡീം ബാഡ് ന്യൂസ് മോർ ന്യൂസ് വർത്തി ദാൻ ഗുഡ് ന്യൂസ്. പലപ്പോഴും മോശമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടുന്നത്. എഡിറ്റേഴ്സ് ജനറലി ഫീൽസ് ദാറ്റ് കോൺഫ്ലിക്റ്റ് ഈസ് മോർ ന്യൂസ് വർത്തി ദാൻ പീസ്. അതെപ്പോഴും അങ്ങനെയാണല്ലോ. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നല്ല സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ആൾക്കാർക്ക് കേൾക്കാനും ന്യൂസ് എന്ന് പറയുന്നതും ശരിക്കും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തർക്കത്തിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്, അവിടെ സൈന്യത്തെ വിന്യസിച്ചു, ഇവിടെ സൈന്യത്തിനെ ഇറക്കി എന്നൊക്കെ പറയുന്നതിനോട് തന്നെയായിരിക്കും. അതൊരു മനുഷ്യൻ്റെ താല്പര്യത്തിൻ്റെ കൂടി ഘടകമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പുതുമയുള്ളത് കേൾക്കണം. രണ്ട് രാജ്യങ്ങൾ നല്ല സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒക്കോട്ടെ, അതിനിപ്പോൾ ഞങ്ങളെന്താ വേണ്ട, അതിലിപ്പോൾ എന്തൊരു ഇത്ര വലിയ പുതുമയുള്ള ഈ ഒരു ചിന്ത വരും. അതേസമയം ചൈന ഇന്ത്യൻ അതിർത്തി കടന്നാക്രമിച്ചു, ഇന്ത്യൻ അതിർത്തിയിൽ ചൈനീസ് ഗ്രാമങ്ങൾ നിർമ്മിക്കുന്നു. അത്രയ്ക്കായ അപ്പം നമ്മൾ അതിനോട് പ്രതികരിക്കാനും നമുക്കതിനോടൊരു രോക്ഷം എന്ന് പറയുന്നത് ഉണ്ടായി വരാനുള്ള സാധ്യതയെ കണക്ട് ചെയ്തിട്ട് നെഗറ്റീവ് ന്യൂസുകൾക്ക് ഇപ്പോൾ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദി അൺയൂഷ്വൽ. ഏറ്റവും അവസാനം അവർ പറയാണ് സാധാരണഗതിയിലല്ലാത്ത പുതിയതെന്തെങ്കിലും സംഭവിച്ചത്. അതിൽ ഞാൻ പറഞ്ഞ ഉദാഹരണമാണ് അവർ കൊടുത്തിരിക്കുന്നത്. സ്ട്രേഞ്ച് സ്റ്റോറീസ് ആർ ലൈക്ക് ടു ഫൈൻഡ് ദെയർ വേ ഇൻ ടു ദ ന്യൂസ്. ഡോഗ് ബിറ്റ്സ് മാൻ ഡോണ്ട് മേക്ക് എ ന്യൂസ് സ്റ്റോറി, whereas man bits dog definitely is newsworthy. But if the dog bites the president of the United States, it is a news story. ഇവർക്ക് US പ്രസിഡന്റ് അല്ലാതെ ഒരു ഉദാഹരണവും ലിസ്റ്റും. ഭയങ്കര ആശയദാരിദ്ര്യമാണ് കേട്ടോ. എന്തൊരു US പ്രസിഡന്റിനെ പട്ടി കടിക്കണേ? US പ്രസിഡന്റ് എന്താ വഴി കൂടെ നടക്കണേ? ആളെപ്പോഴെങ്കിലും റോട്ടിൽ കൂടെ കിടന്ന് നടക്കുന്നത് നിങ്ങൾ കാണും. എന്തൊരു മണ്ടത്തരാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ആലോചിക്കുക. ഇതിലും ഭേദം നമ്മുടെ PP ഷാജു സാറ് തന്നെയാണ്. അദ്ദേഹം ഇത്രയും വലിയ ഊള സാധനങ്ങളൊന്നും എഴുതില്ല. ഒരാളെ പട്ടി കടിച്ചാൽ അതിന് വലിയ ന്യൂസ് വാല്യൂ ഇല്ല, അത് ശരി തന്നെയാണ്. ഒരു ആള് പട്ടിയെ തിരിച്ചു കടിച്ചാൽ അതിന് ന്യൂസ് വാല്യൂ ഉണ്ട്. പിന്നെ അത് അമേരിക്കൻ പ്രസിഡന്റാ. എന്തൊക്കെ ചിന്തയാണ് പോകുന്നത്. പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ചേരിയിലല്ലേ താമസിക്കുന്നത്, ചാവാലിപ്പട്ടികളുള്ളിടത്താണ് പോയിട്ട് താമസിക്കുന്നത് അയാൾ. എന്തെങ്കിലും ആയിക്കോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആവണമെന്നൊന്നുമില്ല. ഇന്ത്യൻ പ്രസിഡന്റിനെ പട്ടി കടിച്ചാൽ അത് വാർത്ത തന്നെയാണ്, വലിയ വാർത്തയാണ്. എങ്ങനെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവണം എന്നുള്ളത് അറിയണമല്ലോ. അത്രയും വലിയ സുരക്ഷാ വീഴ്ച സംഭവിക്കണം. റീഡർ എക്സ്പെക്ട് ദെയർ ന്യൂസ് പേപ്പർ ടു ബി ആക്യുറേറ്റ് source of information. A straight news story is supposed to be objective and fair. The news story is written in the structure of an inverted pyramid style. ഇതൊക്കെ നമ്മൾ മുൻപേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ജേർണലിസത്തിൽ. ഒരു ന്യൂസ് സ്റ്റോറി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് പറ്റണം, സോഴ്സ് വ്യക്തമാക്കാൻ പറ്റണം. ദെൻ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിലാണ് എഴുതുക. പിരമിഡ് ഇങ്ങനെയാണെങ്കിൽ അതിനെ തിരിച്ചിടുന്ന രീതിയിലാണ് നമ്മൾ എഴുതുക. കാരണം എഡിറ്റിംഗ് നടക്കുമ്പോൾ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അടിയിൽ വന്നാലേ അടിയിലത്തെ മാച്ച് കളയാനായിട്ട് പറ്റുള്ളൂ. Following this structure, the base of the pyramid, the most fundamental fact, appear at the top of the story in the lead paragraph. Non-essential information appear in the following paragraph or net paragraphs in order of importance. While some media writers are critical of the inverted pyramid structure, of it remains one of the most widely used and time-tested structure in mass media writing. The inverted pyramid structure also benefits editors. If an editor needs to cut an article, they can simply delete the details at the bottom. നമ്മൾ പലതവണ കണ്ട് കേട്ട് പഠിച്ച് പരിചയപ്പെട്ട് വന്ന
ഒരു സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് നമ്മളോട് വീണ്ടും പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ. ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ എഴുതുന്നതിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഏറ്റവും ടോപ്പിൽ വലിയ സ്പേസിൽ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ 5 Ws and 1 Hനെ ഇൻക്ലൂഡ് ചെയ്യും. ദെൻ താഴത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആൻഡ് ലാസ്റ്റ് പാരയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവസാനത്തെ 2 പാരയിലേക്ക് വരുമ്പോൾ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മൾ ഓരോ സ്പോർട്സ് ന്യൂസിനെ വരെ എടുത്തിട്ട് നമ്മളത് എഴുതി തയ്യാറാക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കത് അറിയാം. അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഉണ്ടാവുന്നത് ഒന്ന് റീഡർക്കുള്ള ലാഭമാണ്. ആദ്യത്തെ 1-2 പാരഗ്രാഫിൽ തന്നെ അയാൾക്ക് വായന വേണമെങ്കിൽ അവസാനിപ്പിക്കാം. കാരണം അയാൾ വായിക്കുന്ന വാർത്ത, അയാൾ കേൾക്കുന്ന വാർത്ത ശരിയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ മാത്രം അത് അക്സെപ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ താല്പര്യം കൂടുതലുണ്ടെങ്കിൽ മാത്രം ബാക്കി വായിച്ചു നോക്കിയാൽ മതി. കാരണം ആദ്യത്തെ 2 പാരഗ്രാഫിൽ തന്നെ ആശയം എന്താണെന്നും എന്തിനെ കുറിച്ചാണെന്നും കാര്യങ്ങളൊക്കെ വ്യക്തമായി കഴിഞ്ഞു. പിന്നെ എന്തിനാണ് നമ്മൾ ബാക്കി വായിക്കേണ്ട കാര്യം? അപ്പം അതുകൂടി കണക്കിലെടുത്തിട്ടാണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈല് അങ്ങനെ എഴുതുന്നത്. രണ്ടാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് എഡിറ്റേഴ്സിനാണ്. ഏതെങ്കിലും ഒരു സ്പേസിലേക്ക് ഇതിനെ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതലായി കഴിഞ്ഞാൽ അതിലാവശ്യമായിട്ടുള്ള മാറ്റം വരുത്തണമെന്ന് തോന്നിയാൽ താഴത്തു നിന്നും മാച്ച് മുകളിലേക്ക് പോകാം. താഴത്തുനിന്ന് കുറേശ്ശെ മാച്ചാലും അതിൻ്റെ എൻറ്റയർ തീമിൽ വലിയ മാറ്റം വരാനായിട്ടുള്ള സാധ്യത ഇല്ല. The body of the story should contain the opinion of the people you interview, data collected, and the story should flow naturally. In this style of writing, you are not allowed to state your own opinion. ഇത്തരത്തിൽ എഴുതുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പീനിയൻ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവായിരിക്കും. കാരണം എല്ലാം എഴുതി കഴിഞ്ഞ് നിങ്ങളുടെ ഒപ്പീനിയൻ വരെ ഏറ്റവും അടിയിലാണ്. ഏറ്റവും അടിയിലത്തെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങളുടെ ഒപ്പീനിയൻ ജനങ്ങൾ അറിയാതെ പോകും. അപ്പോഴാണ് ഹവർ ഗ്ലാസ് സ്റ്റൈലിൽ എഴുതാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. രണ്ടും നമ്മൾ മുൻപേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി റൈറ്റിംഗ് ദ ഹെഡ്ലൈൻ. ഹെഡ്ലൈനിനെ സംബന്ധിച്ചിടത്തോളം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ എ ന്യൂസ് സ്റ്റോറി. കാരണം ഇറ്റ് വിൽ ഡിസൈഡ് വിച്ച് ന്യൂസ് സ്റ്റോറി ഈസ് റീഡബിൾ ഓർ നോട്ട് റീഡബിൾ. അത് തീരുമാനിക്കുന്നത് ഹെഡ്ലൈനാണ്. അതുകൊണ്ടാണ് ഹെഡ്ലൈനിൽ ചില ട്രാപ്പുകളൊക്കെ കുരുക്കി നമ്മൾ ആ ന്യൂസ് സ്റ്റോറിയിലേക്ക് അട്രാക്ട് ചെയ്ത് വായിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് ചിലർ. ചിലപ്പോൾ ന്യൂസ് വായിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ആ സ്റ്റോറി ഫുള്ളായിട്ട് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇതാണ് ഇത്ര വലിയ കാര്യം, ഇതിനാണ് ഇത്രയും വലിയ ഹെഡ്ലൈനും ഇങ്ങനെ ആനത്തല പോലത്തെ കാര്യങ്ങൾ അതിൽ പെരുപ്പിച്ച് കാണിച്ചത്. ശരിക്കും നമ്മളെ ട്രാപ്പ് ചെയ്യാണ്. വായിക്കാതെ പോവരുത് എന്ന് നമ്മളിൽ ഒരു ആഗ്രഹം ജനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഹെഡ്ലൈൻ അത്രയും ശക്തിയുണ്ട്. അത് കൃത്യമാണെങ്കിൽ, അത് സ്പെസിഫൈ ചെയ്തിട്ടുള്ളൊരു ഹെഡ്ലൈൻ ആണെങ്കിൽ അതിന് പ്രേക്ഷകനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിലേ ന്യൂസ് വിജയിക്കുകയുള്ളൂ. സ്റ്റോറിയുടെ ബാക്കി എലമെൻ്റ് അവർ വായിച്ചു നോക്കുകയുള്ളൂ. എലമെൻ്റ് അല്ല, ബാക്കി കണ്ടൻറ്റ് അവർ വായിച്ചു നോക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർ ജസ്റ്റ് ഹെഡ്ലൈൻ നോക്കിയാൽ ഇതൊന്നും നമുക്ക് പ്രാധാന്യമുള്ള ന്യൂസ് ഒന്നുള്ളൂ. അടുത്ത് അങ്ങനെ അടുത്തേക്ക് മാറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ആദ്യമേ തന്നെ ഒരു ന്യൂസ് സ്റ്റോറിയിലേക്ക് ഒരു റീഡറെ കൊണ്ടെത്തിക്കണമെങ്കിൽ അതിൻ്റെ ഹെഡ്ലൈൻ നന്നാവണം. ഹെഡ്ലൈൻ കണ്ട് വായിക്കാൻ തുടങ്ങുന്ന റീഡർ പിന്നെ നോക്കുക അതിൻ്റെ ലീഡാണ്. ലീഡ് മീൻസ് ഫസ്റ്റ് 1 or 2 പാരഗ്രാഫ്. ആ ലീഡ് നന്നായാൽ പിന്നെ അവർ ബാക്കിയുള്ളത് വായിച്ചു പൊക്കോളും. അങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു ന്യൂസ് സ്റ്റോറിയുടെ വായന മുന്നോട്ട് പോവുക. അപ്പോൾ ലീഡ് എന്താണെന്ന് നമ്മൾ ഇതിൻ്റെ പിന്നാലെ പഠിക്കുന്നുണ്ട്. നമ്മൾ മുൻപേ പഠിച്ചതാണ്. സ്റ്റക്കാറ്റോ ലീഡ്, അതുപോലെ തന്നെ സമ്മറി ലീഡ്, നറേറ്റീവ് ലീഡ്, ഇൻ്റർപ്രിറ്റേറ്റീവ് ലീഡ്, ക്വസ്റ്റ്യൻ ലീഡ്, കൊട്ടേഷൻ ലീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും അതിലൂടെ വീണ്ടും ആവർത്തിച്ച് വരുന്നു എന്ന് മാത്രം. ഈ പുസ്തകം പൂർണ്ണമായിട്ടും നിങ്ങൾ പഠിച്ച ജേർണലിസത്തിൻ്റെ ആവർത്തനമാണ്. കാരണം ഇത് കഴിഞ്ഞിട്ടുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ക്രെഡിറ്റ് ലൈൻ ഉണ്ട്, ബൈ ലൈൻ ഉണ്ട്.
ഡാറ്റ ലൈൻ ഉണ്ട്, ഡേറ്റ് ലൈൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഫ്രീലാൻസിങ് ഉണ്ട്. ഫ്രീലാൻസിങ് നമ്മൾ പഠിക്കാത്ത, എഡിറ്റിങ് നമ്മൾ പഠിക്കാത്ത, അപ്പോൾ പ്രൂഫ് റീഡിങ് എന്ത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ജേർണലിസത്തിൽ ടച്ച് ചെയ്ത് പോയതിൻ്റെ ഒരാവർത്തനമാണ് ഈ പേപ്പർ. പക്ഷേ ഈ പേപ്പർ നിങ്ങളുടെ 6th സെമ്മിലെ ഒരു മെയിൻ പേപ്പറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ വെയിറ്റേജ് കൂടുതലാണ്. അതുകൂടി കണക്കിലെടുത്തിട്ട് വേണം നിങ്ങളത് പഠിക്കാനായിട്ട്. സോ എങ്ങനെ ഹെഡ്ലൈൻ എഴുതണം എന്നുള്ളത് നോക്കാം. ദി ഹെഡ്ലൈൻ ഷുഡ് സെൽ ദി ആർട്ടിക്കിൾ ടു ദ റീഡർ. ശരിക്കും ആർട്ടിക്കിൾ നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, 3 കിലോ ഓറഞ്ച് 100 രൂപ, 3 കിലോ 100 രൂപ, 3 കിലോ 100 രൂപ. ആ 3 കിലോ 100 എന്നുള്ളത് അവർ ഹൈലൈറ്റ് ചെയ്ത് പറയാണ്. 1 കിലോന് 33 രൂപ 33 പൈസ എന്ന് പറയാൻ പറ്റും? പറ്റില്ല. അപ്പോൾ അവരുടെ ടാഗ് ലൈൻ, അവരുടെ ഹെഡ്ലൈൻ അതാണ്. ആ ഹെഡ്ലൈൻ കേട്ടിട്ടാണ്, ആ ടാഗ് ലൈൻ കേട്ടിട്ടാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. 3 കിലോ 100 രൂപ, ഓക്കെ 3 കിലോ 100 രൂപ ചെന്നു. നിങ്ങൾ ചെന്നിട്ട് പറയാണ് ചേട്ടാ 3 കിലോ 100 രൂപ, വിച്ച് മീൻസ് 1 കിലോന് 33 രൂപ 33 പൈസ. 33 രൂപയുണ്ട്, 33 പൈസയുടെ കുറവുണ്ട്. 1 കിലോ ഓറഞ്ച് തന്നു. ചിലപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും 1 കിലോ 40 രൂപ, 3 കിലോ 100 രൂപ. കാരണം ആ 3 കിലോ വിറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് അവരത് 100 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പം അതിന് അവർ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ട് വിളിച്ചു പറയാം. നിങ്ങൾക്ക് ആശയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ 3 കിലോ 100 രൂപ എന്ന് അവർ വിളിച്ചു പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഹെഡ്ലൈൻ വായിച്ചു കഴിഞ്ഞാൽ റീഡർക്ക് തോന്നണം ഈ ആർട്ടിക്കിൾ വായിക്കാം, നല്ല ആർട്ടിക്കിളായിരിക്കും എന്ന് തോന്നിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഹെഡ്ലൈൻ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹെഡ്ലൈൻ ഷുഡ് സെൽ ദി ആർട്ടിക്കിൾ ടു ദ റീഡർ. ഹെഡ്ലൈനാണ് നമ്മളുടെ ആർട്ടിക്കിൾ വിറ്റ് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ദ ബെസ്റ്റ് വേ ടു റൈറ്റ് എ ഗുഡ് ഹെഡ്ലൈൻ ഈസ് ടു കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് ഡയറക്റ്റ്. എപ്പോഴും ടു ദ പോയിന്റ് ആയിരിക്കണം, വളരെ സിമ്പിളായിരിക്കണം. അല്ലാതെ വലിയ ആഡംബരപൂർണമായിട്ടുള്ള ഹെഡ്ലൈനൊന്നും കൊടുക്കണ്ട. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ റീഡർക്ക് അത് അനലൈസ് ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവുകയും അയാളത് വായിക്കേണ്ടെന്ന് തന്നെ വിചാരിക്കുകയും ചെയ്യും. പൺസ് ആർ ഇഫക്റ്റീവ്, ബട്ട് ബി കെയർഫുൾ അബൌട്ട് ദ ടോപ്പിക് യു ഹാവ് ചൂസൺ ടു റൈറ്റ് അബൌട്ട്. ഇഫ് ഇറ്റ് ഈസ് എ സീരിയസ് story, it is better not to use puns. Use play on words to contribute to the meaning in lighter news stories. Don't repeat the lead in the headline. അതായത് നമ്മൾ ഒരു കാര്യം ആവർത്തന വിരസത ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞ് ജനങ്ങളിലേക്ക് നമ്മളുടെ ആശയം എത്തിക്കാവുന്ന തരത്തിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഇഫക്റ്റീവ് ഹെഡ്ലൈൻസ് യൂഷ്വലി ഇൻവോൾവ് ലോജിക്കൽ സെൻറ്റൻസ് സ്ട്രക്ചർ, ആക്റ്റീവ് വോയിസ് ആൻഡ് സ്ട്രോങ് പ്രസന്റ് ടെൻസ് വെർബ്സ്. ഓൾവേസ് റിമെമ്പർ ദാറ്റ് യുവർ ഹെഡ്ലൈൻ ഹാസ് ടു ഫിറ്റ് ദി അലൊക്കേറ്റഡ് സ്പേസ്. നിങ്ങൾ ഹെഡ്ലൈനൊക്കെ നല്ലതുണ്ടാക്കി സിമ്പിളായിട്ടുള്ളത് എന്നാൽ പവർഫുള്ളായിട്ടുള്ളൊരു ഹെഡ്ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്പേസിലേക്ക് കൊള്ളിക്കത്തക്ക രീതിയിലുള്ളതല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഹെഡ്ലൈൻ കൊണ്ട് ഉപകാരമില്ല. അപ്പോൾ ഹെഡ്ലൈൻ എഴുതുന്നതിന് മുൻപേ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹൗ മെനി സ്പേസ് ഈസ് അലോട്ടഡ് ഫോർ അസ്. നമുക്ക് എന്തോരം സ്പേസ് അവർ മാറ്റി വെച്ചിട്ടുണ്ട്, അതറിഞ്ഞാലല്ലേ ആ സ്പേസ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഹെഡ്ലൈൻ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു വലിയ ഹെഡ്ലൈൻ ഞങ്ങൾക്ക് ഇത്ര സ്ഥലമുണ്ടെന്ന് വിചാരിച്ചിട്ട് എഴുതി കഴിഞ്ഞിട്ട് കൊണ്ടുവരുമ്പോഴായിരിക്കും പറയാം ഇങ്ങനെയാണ് നിങ്ങളുടെ പാസേജിന് തന്നിട്ടുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും വലുതാക്കി വന്ന ഹെഡ്ലൈൻ ഇത്രയിലേക്ക് ചുരുക്കിയിട്ട് 3 ലൈനായിട്ട് എഴുതിയാൽ അതിൻ്റെ ഭംഗി പോവും. അപ്പം ഹെഡ്ലൈൻ ഭംഗിയുള്ളതാവണമെങ്കിൽ അലോട്ട് ചെയ്തിട്ടുള്ള സ്പേസ് എത്രയാണെന്ന് നോക്കി ആ സ്പേസിന് കൂടി ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള ഹെഡ്ലൈൻ ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. The first word in the head should be capitalized, as should all proper nouns. Most headline words appear in the lowercase letter. Do not capitalize every word. നിങ്ങളുടെ ആദ്യത്തെ വേർഡ് മാത്രം ക്യാപിറ്റലൈസ് ചെയ്യുക, ബാക്കിയൊക്കെ
സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മളോടിപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതൊക്കെ സാധാരണ ഒരു എഴുതുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ഒരു ന്യൂസ് പേപ്പർ റൈറ്റിങ്ങിൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളൊന്നും കൂടി ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ പറയുകയാണ്. റൈറ്റിംഗ് എ ന്യൂസ് സ്റ്റോറി എന്നുള്ളതാണ് നമ്മളുടെ ടോപ്പിക്കായിരുന്നത്. അതിനുള്ള ചില ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു. റെലവൻസ്, ടൈംലിനെസ്, ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ്, പ്രോമിനൻസ്, പ്രെഡിക്റ്റബിലിറ്റി, ദെൻ അൺഎക്സ്പെക്റ്റഡ്നെസ്, കണ്ടിന്യൂവിറ്റി, ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ്, നെഗറ്റിവിറ്റി ആൻഡ് അൺയൂഷ്വൽ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ തന്നെ നിങ്ങളുടെ ന്യൂസ് സ്റ്റോറി അതിനെ ന്യൂസായിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന രീതിയിലേക്ക് എത്തും. ഇനി വേണ്ടത് ഏത് സ്റ്റൈലിൽ എഴുതണം എന്നുള്ളതാണ്. സ്വതവേ ന്യൂസുകൾക്ക് തിരഞ്ഞെടുക്കുന്ന രീതി ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലാണ്. വാട്ട് ഈസ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് നമ്മൾ വളരെ മുൻപേ പഠിച്ചിട്ടുള്ളതാണ്. അത് കാരണം അതിന് ഇനിയും ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം നമ്മളെ സംബന്ധിച്ചില്ല. ദെൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത മറ്റൊരു വിഷയം റൈറ്റിംഗ് ഹെഡ്ലൈൻ ആണ്. ഹെഡ്ലൈൻ എഴുതുന്നത് എങ്ങനെയാണെന്നും ഹെഡ്ലൈൻ എഴുതുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്നും അതെങ്ങനെ എഴുതണമെന്നും അതിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കണമെന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ പിന്നീട് ചർച്ച ചെയ്തത്. ഹെഡ്ലൈൻ എപ്പോഴും സിമ്പിളായിരിക്കണം, അതേസമയം അട്രാക്റ്റീവ് ആയിരിക്കണം. കാരണം ഹെഡ്ലൈൻ ഈസ് ദ ലീഡിങ് ഫാക്ടർ ടു സെൽ യുവർ ആർട്ടിക്കിൾ എന്നാണ് പറയാറ്. നിങ്ങളുടെ ആർട്ടിക്കിൾ വിറ്റ് പോകണമെങ്കിൽ, വായിച്ചു തീർക്കണമെങ്കിൽ, ആൾക്കാർക്ക് അത് വായിക്കാൻ തോന്നണമെങ്കിൽ അതിന് കാരണമായി തീരേണ്ട വ്യക്തി നിങ്ങളുടെ ഹെഡ്ലൈനാണ്. അപ്പോൾ ഹെഡ്ലൈൻ അത്രയും പ്രിസൈസ് ചെയ്ത് ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രേക്ഷകൻ്റെ മുൻപിൽ വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കാനായിട്ട് പറ്റണം. അപ്പോൾ അവൻ അതിൻ്റെ ബാക്കിയുള്ള കണ്ടൻറ്റും കൂടി വായിക്കും. നമ്മൾ ന്യൂസ് സ്റ്റോറി ചെയ്യുന്നതും നമ്മളൊരു ഫീച്ചർ എഴുതുന്നതും ഒക്കെ പ്രേക്ഷകർ വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ വായിച്ച് അതിന് അപ്രിസിയേഷൻ നൽകുമ്പോഴാണ് ഒരു റൈറ്റർ എന്ന നിലയിൽ നമുക്ക് സംതൃപ്തി കിട്ടുന്നത്. അപ്പോൾ അവരെ കൊണ്ട് വായിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. ആ വായിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഘടകമായിരിക്കണം നമ്മളുടെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ന്യൂസ് റിപ്പോർട്ടർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മീഡിയയ്ക്ക് വേണ്ടി റൈറ്റ് ചെയ്യുന്ന ആളായിട്ട് മാറാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീഡാണ്. ലീഡ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ് ചർച്ച ചെയ്യുന്നത്. കാരണം ലീഡ് എന്ന് മാത്രം പറഞ്ഞു പോയാൽ പറ്റില്ല. പല ടൈപ്സ് ഓഫ് ലീഡ്സ് ഉണ്ട്. ആ ലീഡ്സ് ഏതൊക്കെ, അതെന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെയുള്ളതാണ് നമ്മളിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.